എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഹോം മെയ്ഡ് മസാല പൗഡറാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇത് നമുക്ക് ചിക്കൻ കറിക്കും ബിരിയാണി പിന്നെ ബീഫ് കറി ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മസാല പൗഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം തന്നെ നമ്മൾ മല്ലിയാണ് കേട്ടോ, പച്ചമല്ലി അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ടാണ് കേട്ടോ മസാല പൗഡർ പൊടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയ ജാതിക്ക അതൊരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കരയാമ്പൂ, ഇനി 1/2 കപ്പ് പെരുംജീരകം. അപ്പോൾ അത് നല്ല ഗ്രീൻ കളറിലുള്ള പെരുംജീരകമാണ്. പിന്നെ ഒരു 3-4 പട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒടിച്ചൊടിച്ച് കൊടുക്കാം. അപ്പോൾ വറക്കുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ജീരകം, അത് കുറച്ച് മതി, ഒരു ടീസ്പൂണോളം നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 10-15 ഏലക്ക, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടിയോളം കുരുമുളക്. ഇതിലേക്ക് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3/4 കപ്പ് കാഷ്നട്ട്. ഇതാണ് കേട്ടോ ഈ മസാല പൗഡറിന് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ 1 കപ്പ് മല്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളൊരു 3/4 കപ്പ് കാഷ്നട്ട് ചേർക്കണം, എന്നാലാണ് നമ്മുടെ ഈ മസാല പൗഡറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ജാതിപത്രി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് മതി. പിന്നെ കുറച്ച് സ്റ്റാറും 3-4 പീസ് വയറില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണേ, അധികം ഫ്ലെയിം ഇല്ലാതെ ചെറിയ തീയിലൊന്ന് നല്ലപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അടി കരിയാതെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അടി കരിഞ്ഞാൽ നമുക്കിതിൻ്റെ മസാലയുടെ സ്മെല്ലും രുചിക്കൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഒന്ന് നിരത്തിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് നമ്മളിതൊന്ന് തണുക്കാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ട്രിപ്പായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2-ാം ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 ട്രിപ്പായിട്ടാണല്ലോ നമ്മളൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളൊരു കണ്ടെയ്നറിലേക്കൊക്കെ മാറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ മസാല പൗഡറിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ അളവിൽ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 4-5 മാസത്തോളം നമുക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വയ്ക്കുന്ന കറിക്കോ ബീഫ് കറിക്കൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. മസാല പുരട്ടി ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അപാര ടേസ്റ്റാണ്, നല്ല മണവുമാണ്. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരും.